നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം തന്നെ വിശേഷിപ്പിക്കുന്നത് പുലി എന്നാണ്. കഴുതപ്പുലി എന്നാണ് പക്ഷേ അടക്കം പറച്ചിൽ. രാഹുൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കണക്ക് കൂട്ടി കുറച്ചു ഗുണിച്ചു വരുമ്പോൾ ആകെ മൊത്തത്തിൽ കണക്ക് ടാലിയാവില്ല. മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരെയും ഇത്രയും സസൂക്ഷ്മമായി അടിച്ചു തള്ളിയിട്ടുകൊണ്ടും കുതുകാൽ വെട്ടിയും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ തന്റെ വഴി തെളിക്കുന്ന കൂർമ്മബുദ്ധിയുള്ള കുറുക്കൻ വേറെ ഒരാൾ കോൺഗ്രസിൽ ഉണ്ടോ എന്ന് സംശയമാണ്. സ്വന്തം നിലനിൽപ്പിനപ്പുറം രാഹുലിന് മറ്റൊന്നുമില്ല. അതിനുവേണ്ടി എന്ത് കളിയും കളിക്കുമെന്ന് കൂടെ നിൽക്കുന്നവർക്ക് പോലും അറിയാം. കുറെ നാളായി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ചട്ടം പഠിപ്പിക്കാനുള്ള വടി വെട്ടുകയാണ് രാഹുൽ. അതിനിടയിൽ അതേ വടി പിടിച്ചു വാങ്ങി രാഹുലിനിട്ട് നല്ല പെട കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സാക്ഷിയാക്കി യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും രൂക്ഷമായി വിമർശിച്ചും SFIയെ പ്രശംസിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ കത്തിക്കയറിയത് രാഹുലിന്റെ നെഞ്ചത്തേക്കായിരുന്നു. കൊന്നിട്ട് പോടാ എന്ന ഭാവത്തിൽ ഉത്തരം മുട്ടി രാഹുൽ ഇരിക്കേണ്ടി വന്നു. കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരസംഗമം പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു PJ കുര്യന്റെ പ്രതികരണം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വേദിയിലിരിക്കുകയായിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ കുര്യന്റെ വിമർശനം ഈ അവസരത്തിലായി. ഒരു മണ്ഡലത്തിൽ 25 പേരെയെങ്കിലും കൂടെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന് കഴിയേണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് PJ കുര്യൻ ചോദിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ വല്ലപ്പോഴും TVയിലൊക്കെ കാണാം. എന്തുകൊണ്ട് വല്ലപ്പോഴും ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ ചെന്ന് മണ്ഡലങ്ങളിൽ ഒരു 25 ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിയണം എന്ന് അദ്ദേഹം പറഞ്ഞു. SFIയുടെ സർവകലാശാല സമരം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ക്ഷുഭിത യൗവനത്തെ SFI കൂടെ നിർത്തുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട, ഒരു മണ്ഡലത്തിൽ 25 പേരെ കൊണ്ടുവരണമെന്നും കുര്യൻ ആവശ്യപ്പെട്ടു. എന്തൊക്കെ എതിർപ്രചരണം ഉണ്ടെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കഴിഞ്ഞ തവണ താൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ 3 നിയമസഭാ സീറ്റുകളിൽ UDF ജയിക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ടയിൽ ആരോടും ആലോചിക്കാതെയാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചതെന്നും അനിൽകുമാറും അടൂർ പ്രകാശും ഇരിക്കുന്ന KPCCയിൽ കുര്യൻ പറഞ്ഞ അഭിപ്രായം അംഗീകരിച്ചില്ല എന്നും പറഞ്ഞ അദ്ദേഹം അന്ന് അവർ പറഞ്ഞ അഭിപ്രായം കേട്ടില്ല എന്നും കേട്ടിരുന്നെങ്കിൽ 3 പേർ ഉറപ്പായും ജയിക്കുമായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചാൽ ഇത്തവണ അപകടമുണ്ടാവുമെന്നും കുര്യൻ ഓർമ്മിപ്പിച്ചു. അതേസമയം PJ കുര്യന് അതേ വേദിയിൽ വെച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകി. പത്തനംതിട്ട ജില്ലയിലടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ നടത്തുന്ന സമരങ്ങളും അതിന്റെ പേരിൽ നേരിടേണ്ടി വരുന്ന കേസുകളും ചൂണ്ടിക്കാണിച്ചായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. കുടുംബ സംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞാലും തെരുവിലെ സമരത്തിൽ അതുണ്ടാകില്ല എന്ന് രാഹുൽ പറഞ്ഞു. ആ ബാധ്യത കൃത്യമായി ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തുന്നുണ്ട് എന്നും മന്ത്രി വീണ ജോർജിനെതിരായി ഒരാഴ്ചയിലേറെയായി നീണ്ടു നിൽക്കുന്ന സമരങ്ങളുടെ പരമ്പരയുണ്ടായിട്ടുണ്ട് എന്നും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ തനിക്കെതിരെ മാത്രം ഈ വിഷയത്തിൽ 4 കേസുകളുണ്ട് എന്നും രാഹുൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. വേറെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ വിഷയങ്ങൾ ഉണ്ടായിട്ട് വേണ്ടേ നേതാവെ പ്രശ്നമുണ്ടാക്കാൻ എന്ന തരത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസിനെതിരായ പരസ്യ വിമർശനത്തിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനെ തള്ളാതെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്ത് വന്നത് രാഹുലിന് ഇരുട്ടടിയായി മാറി. കുര്യൻ ലക്ഷ്യം വെച്ചത് സംഘടനയുടെ ശാക്തീകരണമാണ് എന്നും പാർട്ടി കൂടുതൽ ശക്തമാകണമെന്ന് സീനിയർ കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്.